വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഒരു നാടൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലി ദോശയുടെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് ക്യാൻറ്റീൻ. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, നമുക്ക് താളിക്കാനുള്ളതാണല്ലോ. ശകലം ഒഴിച്ചാൽ മതി. ഒരു 1.5 ടേബിൾ സ്പൂൺ. ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 സവാള സ്ലൈസ് ചെയ്തത്, ഒരു 2-3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയ്ക്ക് പകരം ചെറിയുള്ളിയാണല്ലോ ഉപയോഗിക്കുക കേട്ടോ, കുറേ കൂടെ ടേസ്റ്റ് കൂടുവേ. എൻ്റെ കയ്യിലുള്ളത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് സോഫ്റ്റായി വരട്ടെ. അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. സവാളയൊക്കെ ഒന്ന് ആയിട്ടുണ്ട്, സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണേ. ഒന്ന് വഴറ്റി പച്ചമണ്ണൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിൽ 3 തക്കാളി ഉണ്ട് കേട്ടോ, സ്ലൈസ് ചെയ്തത്. ഒന്ന് കുക്കായി വരട്ടെ. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കല്ലേ, വേണമെങ്കിൽ അവസാനം ചേർത്താൽ മതി. ഇപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്. വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം അന്നേരം ഒഴിച്ചു കൊടുക്കാവുന്നതാണേ. അപ്പം മിക്സിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തടുക്ക കൊടുക്കാനായിട്ട് ഒരു തടുക്കാപ്പാൻ എടുക്കാം. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇട്ടുണ്ട്. ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അത് ഒരു 1/2 ടീസ്പൂൺ. സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കറിവേപ്പില വറ്റൽമുളകും കൂടെ ചേർക്കാം. ഇനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തരാം. വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി. ബൈ.